ഇപ്പോഴ് ഗ്യാസിന് ബുക്ക് ചെയ്താൽ നമുക്ക് സമയത്ത് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഗ്യാസിന് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര വിലയുമാണ്. ഗ്യാസ് അങ്ങനെ പരമാവധി സേവ് ചെയ്യാവുന്നതും അതേപോലെ സിറ്റിയിലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ട്രഡീഷണലായിട്ടുള്ള വിറകടുപ്പൊക്കെ ഉപയോഗിക്കാനായിട്ട് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു സൂത്രം അറിഞ്ഞാൽ 1 മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് നമുക്ക് 4 മാസമായാലും തീരത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൺ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാനും സാധിക്കുന്നതാണ്. ആദ്യത്തെ ടിപ്പ്, ഞാനിപ്പോൾ ഇവിടെ ഒരു കലത്തിൻ്റെ പകുതി താഴെ വെള്ളം എടുത്തിട്ടുണ്ട്. ആ കലത്തിൻ്റെ പുറത്തുള്ള വെള്ളമയമൊക്കെ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിലോട്ട് വെച്ച് ചൂടാക്കുന്ന സമയത്ത് ആ വെള്ളമയവും കൂടെ ഒന്ന് ഡ്രൈ ആയി പോകാനായിട്ട് ഗ്യാസ് ചിലവാക്കും. അതുകൊണ്ടാണ് അത് തൂത്ത് കളയുന്നത്. പിന്നീട് അത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. കലത്തിലെ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വെള്ളം ചൂടാകുന്ന സമയത്ത് അതിൻ്റെ മുകളിലോട്ട് വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടൊന്ന് ആ പാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ എടുത്തിരിക്കുന്നത് അരിയാണ്. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരി ഇപ്പോൾ ഗ്യാസിനൊക്കെ ക്ഷാമമുള്ള സമയത്ത് പെട്ടെന്ന് വേവുന്ന അരി വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അധികം വേവുള്ള അരി പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അഥവാ ഇനിയും വേവുള്ള അരിയാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് നമുക്ക് വെക്കാവുന്നതാണ്. 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടുന്നതായിരിക്കും. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് നന്നായിട്ട് പെട്ടെന്ന് വേവുന്നതാണ്. അതുപോലെ അത് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിനകത്ത് നമുക്ക് നാരങ്ങാനീരും അതുപോലെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ അത് കുഴഞ്ഞു പോകുന്നുമില്ല, അതേപോലെ അത് ഒട്ടി പിടിക്കത്തൊന്നുമില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് ചോറ് വേവിച്ചെടുക്കാവുന്നതാണ്. ഇട്ടിരിക്കുന്ന അരിയാണെങ്കിൽ 1 മണിക്കൂറൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മേളിൽ വെച്ച വെള്ളമാണെങ്കിൽ അത് ആ പാത്രം ചൂടായി നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ പല ചായക്കടയിൽ പണ്ടുള്ള ചായക്കടയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആരും തേയില വെള്ളമൊക്കെ ഈ രീതിയിൽ തിളപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മുകളിൽ വെച്ച ആ പാത്രം ഒന്ന് മാറ്റിയിട്ട് അത് അടുപ്പൊന്ന് മാറ്റുന്നുണ്ട്. നമ്മുടെ വെള്ളമാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വെച്ച അരി അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തിനുള്ള കുക്കിംഗ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. വെള്ളം തിളച്ചായതുകൊണ്ട് ഇതുപോലൊരു തവി ഉപയോഗിച്ച് നമുക്ക് ആ അരി അതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൈ പൊള്ളാതിരിക്കാനും സഹായിക്കും. എപ്പോഴും നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വേണം അരി ഇട്ട് കൊടുക്കാൻ. അങ്ങനെയാകുമ്പോൾ അത് പെട്ടെന്ന് തിളച്ച് കിട്ടുന്നതായിരിക്കും. നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ഇടുവാണെങ്കിൽ വെള്ളവും അരിയും കൂടെ ഒരുമിച്ചാണ് ആ കലത്തിൽ വെക്കുന്നതെങ്കിൽ അത് തിളച്ച് വരാനായിട്ട് കുറേ സമയം എടുക്കുന്നതായിരിക്കും. അടുത്ത ടിപ്പ്, ഇപ്പം ഞാനിവിടെ ക്യാരറ്റും ബീൻസും അതുപോലെ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞളും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യുക മാത്രമല്ല നമുക്ക് ടൈം കൂടെ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് ഇപ്പം കുട്ടികൾക്കൊക്കെ പൊതി കെട്ടി കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ടൈം ഇല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരി തിളയ്ക്കാനായിട്ടുള്ള കലത്തിലോട്ട് നമ്മൾ ഇത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള പാത്രമായിരിക്കണം എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അരി തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ അത് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഞാൻ അരിക്കലത്തിൽ മുകളിൽ വെച്ചിരുന്ന പാത്രമാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ ഇടണമെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വല്ല ചൂടുള്ള ആവശ്യമുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് അത് വേറെ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഞാനതൊന്ന് ഓണാക്കിയിട്ടുണ്ട്. ഈ രീതിയിലാകുമ്പോൾ ആ പാത്രം ചൂടാകാനായിട്ടും വെള്ളം ഒന്ന് ചൂടായി കിട്ടാനുള്ള അവിടെ ഗ്യാസ് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ, കടല, ഇതുപോലെ മസൂർ ദാലൊക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് അതൊന്ന് കുതിരാനായിട്ട് വെക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് വേവുകയും ചെയ്യും. നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ അതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സോക്ക് ചെയ്തിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ന്യൂട്രീഷനൊക്കെ നന്നായിട്ട് അബ്സോർവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്.
വെള്ളം തിളച്ച് വന്ന സമയത്ത് കുതിർത്ത് വെച്ചിരുന്ന ആ മസൂർ ദാൽ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളം ഒന്ന് തിളയ്ക്കണം. ആ സമയത്തേക്ക് അത് കറക്റ്റ് പാകത്തിന് മസൂർ ദാൽ ഇവിടെ വെന്ത് കിട്ടുകയും ചെയ്യും. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും അത് അധികം വേവാതെ നമുക്കത് വാങ്ങുകയും ചെയ്യണം. ആ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനും അത് നല്ല പെർഫെക്റ്റ് രീതിയിൽ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വെള്ളം വാർത്ത് വെക്കുന്നുണ്ട്. അപ്പോഴേ ഇടയ്ക്ക് നമ്മൾ കലത്തിന് മുകളിൽ വെച്ചിരുന്ന ആ വെജിറ്റബിൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആ അടപ്പൊന്ന് മാറ്റുന്നുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് തോരനൊക്കെ വെക്കാവുന്നതാണ്. അതേപോലെ ആണെങ്കിൽ മെഴുക്കുവരട്ടിക്കാണേലും നമുക്ക് ഇതുപോലെ വെജിറ്റബിളൊക്കെ വേവിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ നമുക്ക് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഈ രീതിയിലാകുമ്പോൾ നമുക്ക് അരമണിക്കൂറിനുള്ളിൽ തന്നെ തോരനും റെഡിയാവും. അതേപോലെ അരിയാണേലും വെള്ളം തിളച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തോരൻ അത് വെന്തിട്ടിട്ടുണ്ട്. അപ്പം അരി ആണേലും നിങ്ങൾക്ക് കാണാവുന്നതാണ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് ഗ്യാസ് ഓഫാക്കി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതുപോലുള്ള റൈസ് കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ഇറക്കി വെച്ചാൽ മതി. അരി തിളച്ച് കഴിഞ്ഞിട്ട് ഇറക്കി വെച്ചാൽ അതിനകത്തിരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ള റൈസ് കുക്കർ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു ടിപ്പാണ് ഇനിയും കാണിക്കുന്നത്. ഇതുപോലുള്ള റൈസ് കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് മാത്രം വെക്കുകയല്ല, നമുക്കൊരു സദ്യ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റൈസ് കുക്കർ ഇല്ലെങ്കിൽ ഇതുപോലൊരു ചരുവ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചരുവ എടുത്തിട്ടുണ്ട്. കുറച്ച് വലുപ്പത്തിലുള്ള ചരുവം വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ കലം ഒന്ന് ആ ചരുവത്തിലോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ശകലം കട്ടിയുള്ളതും വലുപ്പമുള്ളതുമായിട്ടുള്ള ചരുവം വേണം നോക്കിയെടുക്കാനായിട്ട്. ആ ചരുവത്തിലോട്ട് കലം വെച്ചപ്പോൾ അത് ഇറങ്ങി പോകുന്നുണ്ട്. നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത് പിന്നീട് സ്റ്റക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡിൽ ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കലം ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കലം ഇറക്കി വെക്കുമ്പോൾ അവിടെ കലം ഫിറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പം വാക്വം പോലെ വന്നിട്ട് അത് അവിടെ ഫിറ്റ് ആകാനായിട്ടുള്ള സ്റ്റക്കായിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പേപ്പർ വെച്ച് കൊടുത്തത്. ഇനി അതിലോട്ട് നമ്മുടെ ആ കലം ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് അരി വേവിച്ചെടുക്കാവുന്നതാണ്. നല്ലൊരു ഗ്യാസ് സേവിങ് ടിപ്പാണ്. അതുപോലെ തന്നെ റൈസ് കുക്കർ ഇല്ലാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ്. ഈ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് കൊച്ചുകുട്ടികളുടെ കട്ടിക്കുള്ള ഉടുപ്പ് അതല്ലെങ്കിൽ ഇതുപോലുള്ള സെറ്ററൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അരിയൊക്കെ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് കവർ ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ചൂട് എയർ അവിടെ ട്രാപ്പ് ചെയ്ത് നിർത്തിയിട്ട് അവിടെ ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് അരി വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഇതുപോലെ കട്ടിയുള്ള തുണി നമുക്ക് വെച്ച് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ പുറത്തോട്ട് വേറൊരു ചരുവം വെച്ച് കവർ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് അരിയൊക്കെ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ അല്ലെങ്കിൽ സെറ്റ് അവിടെ വെക്കുമ്പോൾ അതവിടെ ചൂട് എയർ ട്രാപ്പ് ചെയ്ത് നിർത്തും. ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ റൈസ് കുക്കറിലാണെങ്കിലും വേവിക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നത്. റൈസ് കുക്കറിൻ്റെ 2 ലെയർ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അവിടെ ചൂട് എയർ ട്രാപ്പ് ചെയ്ത് നിർത്തിയാണ് ആ അരി ആ ചൂട് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയും അങ്ങനെയാണ് ആ അരി അവിടെ നമുക്ക് നല്ല ചോറായിട്ട് വെന്ത് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ആ സെറ്റർ അവിടെ മടക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചരുവം വെച്ച് കൊടുക്കാനായിട്ട് നോക്കിയിട്ട് അത് സെറ്റർ കുറച്ച് നല്ല കട്ടിയുള്ളതായതുകൊണ്ട് അത് ആ ചരുവം കുറച്ച് ചെറുതാണ്, അത് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ സെറ്റർ മാറ്റിയിട്ട് ഞാൻ ആ വേറൊരു ചരുവം കൊണ്ട് അവിടെ അത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് നമ്മൾ റൈസ് കുക്കറിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ആ 2 ചരുവവും കവർ ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ അരി വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ചരുവം മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ അരി തിളയ്ക്കാനുള്ള ഗ്യാസ് മാത്രമാണ് നമ്മളവിടെ ചിലവാക്കിയത്. അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ദിവസത്തേക്കുള്ള കുക്കിംഗ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഗ്യാസ് സേവ് ചെയ്യാനായിട്ട്. അടുത്തത് ഇവിടെ ഒരു പീച്ചിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ്. അതിലൊക്കെ ആവശ്യത്തിനുള്ള സവാള, 3 പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചു. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലോട്ട് കടുക് വറുക്കാനുള്ളതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള
കടുക് ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് ജീരകം ഇട്ട് കൊടുക്കുന്നു, പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അത് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കറിവേപ്പിലൊക്കെ ആവശ്യമുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് പിന്നെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ച കടുക് വറുത്ത് മാറ്റി വെച്ച് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരിക്കലത്തിൽ വെച്ച് വേവിച്ച ആ വെജിറ്റബിൾ തോരനുണ്ടല്ലോ, ക്യാരറ്റ് തോരനുണ്ടല്ലോ, അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കടുക് വറുത്തത്. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതേസമയം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിനു മുമ്പ് ഞാൻ പച്ചമോര് ഒന്ന് ചൂടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിലോട്ട് ചൂടാക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഉലുവാപ്പൊടിയും ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കുമായിരുന്നു ചെയ്തത്. പിന്നെ അതിലോട്ട് നമ്മൾ കടുക് വറുത്തതോട് ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗ്യാസ് നല്ല രീതിയിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ക്യാരറ്റ് തോരന് അതുപോലെ മോര് കറിക്ക് ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് കടുക് വറുത്തത്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യണം നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗ്യാസ് സേവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ബാക്കിയുള്ള കടുക് വറുത്ത് അതിലോട്ട് ശകലം കറിവേപ്പില ഇട്ട് കൊടുത്തു, എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പീച്ചിങ്ങയും സവാള എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. അതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് കട്ടി കുറവുള്ള പാത്രം വേണം ഉപയോഗിക്കാനായിട്ട്, അധികം ഗ്യാസ് ചിലവാകത്തില്ല. അങ്ങനെയാണെങ്കിൽ അതേപോലെ നമ്മൾ ഗ്യാസ് ബർണറാണെങ്കിൽ അധികം വലുപ്പത്തിലുള്ള ബർണർ ഉപയോഗിക്കരുത്. ബർണർ വലുപ്പം കുറവുള്ള ബർണർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് അവിടെ നല്ല രീതിയിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഫ്ലെയിം ആണെങ്കിലും ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഗ്യാസ് അവിടെ അധികം ചിലവാകുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മസൂർദാൽ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ, കൊച്ചുള്ളി, അതുപോലെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, അതുപോലെ കറിവേപ്പില, പച്ചമുളക് ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ആവി കയറിയാൽ മതി. അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞ് ഒന്ന് ആവി വന്നു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. അതുപോലെ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ചിക്കി എടുത്താൽ ആ വെള്ളമയമൊക്കെ ഒന്ന് തോന്നു കിട്ടുന്നതായിരിക്കും. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി ടേസ്റ്റ് നല്ലൊരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പീച്ചിങ്ങ വെച്ചിട്ട് ഇതുപോലെ തോരൻ ഉണ്ടാക്കാറുണ്ടോയെന്നും അതേപോലെ നിങ്ങൾ ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളതോടെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഈ രീതിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ നമ്മൾ ചിലവാകുന്നതിന് തന്നെ 80% നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അതുപോലെ ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെയാണ്. അടുത്ത ടിപ്പ്, ഇപ്പം ഞാനിവിടെ ഒരു പെപ്സിയുടെ ഒഴിഞ്ഞ ക്യാനാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലുള്ള ക്യാനൊക്കെ നമ്മൾ കിട്ടുമ്പോൾ വെറുതെ വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ടോപ്പ് ഭാഗം ഒന്ന് വെട്ടി മാറ്റിയിട്ട് അതിൻ്റെ ചെറിയൊരു പോർഷൻ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ വെട്ടിയെടുക്കാവുന്നതാണ്. എടുത്തിരിക്കുന്ന ക്യാന് ഒരു കത്രിക ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആ ക്യാൻ്റെ നടുക്കൊരു ചെറിയൊരു പോർഷൻ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം റൗണ്ടിൽ നിന്നുള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് താഴെ ബോട്ടം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ആ വള്ളി പോലെ വെട്ടിയെടുത്ത് അതിൻ്റെ ഒരു നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്ന് മടക്കിയിട്ട് സിസേഴ്സ് കൊണ്ട് ഒന്ന് വെട്ടുമ്പോൾ അവിടെ നല്ല ഹോൾ പോലെ വീഴുന്നതാണ്. ആ ക്യാൻ്റെ ബോട്ടം പാർട്ടാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവിടെ കട്ട് ചെയ്ത് ആ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ ഇന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി പിന്നെ നമ്മൾ നേരത്തെ വെട്ടി മാറ്റി അതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിലോട്ട് ഇതുപോലെ തിരി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ക്യാനിൻ്റെ ഹോളിട്ട് ഭാഗത്ത് നമുക്ക് ഇതൊന്ന് കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു വിളക്ക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്യാനിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള എണ്ണയൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതൊരു വിളക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ കിട്ടാനായിട്ടുള്ള താമസമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ മണ്ണെണ്ണയൊക്കെ ആണെങ്കിലും നമുക്ക് കിട്ടാനായിട്ട് സമയമെടുക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ അത്യാവശ്യ സമയങ്ങളിൽ ഈ രീതിയിൽ നമുക്ക് വിളക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് ചെറിയൊരു പോർഷനോടെ എടുത്ത് വെച്ച് കൊടുത്ത് സ്റ്റാപ്പിൾ വെച്ച് കൊടുക്കുന്നതാണ്. എന്നിട്ട് നല്ലൊരു വിളക്കായിട്ട് അവിടെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കത്തിച്ച് നോക്കാം. നന്നായിട്ട് തന്നെ അത് കത്തുന്നതാണ്. ആ തിരിയിലൊന്ന് എണ്ണമയം ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം തിരി അതിൽ ചുറ്റിയെടുത്ത് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നന്നായിട്ടത് കത്തുള്ളൂ. അതുപോലെ ആ തിരി നല്ല കട്ടയായിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ടത് കത്തുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ തിന്നായിട്ടാണ് ആ തിരി എടുത്തിരിക്കുന്നത്. ഗ്യാസ് കിട്ടാത്ത സമയത്ത് നമുക്ക് വിറകടുപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വിറകടുപ്പിനാണ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ വിറക് കിട്ടാനുള്ള ക്ഷാമം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്ന നല്ലൊരു രീതിയാണ് റോക്കറ്റ് സ്റ്റൗ. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്ന് ഷെയർ കൊടുക്കുക. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്ന ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.